ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിൻ്റെ പ്രിയപ്പെട്ട +1 +2 വിദ്യാർത്ഥികളെ, ഇപ്പോൾ +1 കഴിഞ്ഞ് +2ലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ, അതോടൊപ്പം തന്നെ +2 കഴിഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികൾ, നിങ്ങളുടെ രണ്ടുപേരുടെയും റിസൾട്ടുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പക്ഷെ അതിലൊരു പ്രശ്നം കൂടിയുണ്ട്. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളി. 2ാം വർഷ ഹയർ സെക്കൻഡറി +2 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫല പ്രഖ്യാപനം, 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയം പൂർത്തിയായിട്ടുണ്ട്. ടാബുലേഷൻ പ്രവൃത്തികൾ നടന്നു വരികയാണ്. 4,44,707 വിദ്യാർത്ഥികളാണ് 2ാം വർഷ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തത്. മെയ് 14 ബോർഡ് മീറ്റിംഗ് കൂടി മെയ് 21 പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. അപ്പോൾ മെയ് 21 റിസൾട്ട് പ്രഖ്യാപിക്കുക എന്ന് നിങ്ങൾ ഒറ്റയടിക്ക് പ്രതീക്ഷിക്കേണ്ട. ചിലപ്പോൾ ഒന്ന് അങ്ങോട്ടേക്ക് വൈകിയേക്കാം. കാരണം ടാബുലേഷൻ വർക്കുകൾ ഇവിടെ പോയി ടാബുലേഷൻ പ്രവൃത്തികൾ നടന്നു വരികയാണ്. ഇനി എന്തെങ്കിലും കാരണത്താൽ അതിലൊരു ലാഗ് വന്നു കഴിഞ്ഞാൽ ഈ 21 ഡേറ്റ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിയേക്കാം. അപ്പം മെയ് 18 നേരത്തെ പൊതുവിദ്യാഭ്യാസ മന്ത്രി ഫേസ്ബുക്കിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ആ 18 ഇപ്പം മാറ്റിയിട്ട് വീണ്ടും 3 ദിവസം കഴിഞ്ഞ് 21 മാറിയിട്ടുണ്ട്. മേ ബി ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇനിയും മാറിയേക്കാം, ഉറപ്പിച്ചൊന്നും ഇവിടെ പറയുന്നില്ല. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: മെയ് 14 തീയതി ടാബുലേഷൻ വർക്ക് അവസാനിക്കുകയാണെങ്കിൽ മെയ് 14 ബോർഡിംഗ് മീറ്റിംഗ് കൂടിയിട്ട് മെയ് 21 പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. സ്വീകരിക്കുമെന്ന് ഉറപ്പിച്ചിട്ടില്ല കേട്ടോ. ഓക്കെ, ഇനി 1ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയവും നടന്നു വരികയാണ്. +1 വാല്യുവേഷൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. 4,13,581 വിദ്യാർത്ഥികളാണ് 1ാം വർഷ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തത്. ടാബുലേഷൻ പ്രവൃത്തികൾ പൂർത്തിയാക്കി 1ാം വർഷ പരീക്ഷാഫലം ജൂൺ മാസം പ്രസിദ്ധീകരിക്കുന്നതാണ്. എന്താ ഈ ജൂൺ മാസത്തിൽ തന്നെ ജൂൺ 1st വീക്ക് ഉണ്ട്, 2nd വീക്ക് ഉണ്ട്, 3rd വീക്ക് ഉണ്ട്, 4 വീക്ക് ഉണ്ട്. അപ്പം മേ ബി ഞാനൊരു എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ഡേറ്റ് എന്ന് പറയുന്നത് +2 റിസൾട്ട് മെയ് 21 വരുന്നതെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഒരു 3 ആഴ്ചകളോളമുള്ള ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള 3ാമത്തെ ആഴ്ചയായിരിക്കും +1 റിസൾട്ട് പ്രസിദ്ധീകരിക്കുക. അങ്ങനെയാണെങ്കിൽ മെയ് 21 കഴിഞ്ഞ് മെയ് ലാസ്റ്റ് കഴിഞ്ഞ് ജൂൺ 1st വീക്ക് കഴിഞ്ഞ് ജൂൺ 2nd വീക്കിലായിരിക്കാം മേ ബി +2 ഇപ്പോൾ പഠിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികളുടെ +1 റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നുണ്ടാവുക. ഇതൊരു എക്സ്പെക്റ്റേഷൻ മാത്രമാണ് കേട്ടോ. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ഇതൊരു പ്രഡിക്ഷൻ മാത്രമാണ്. ജൂൺ 2nd വീക്കിലാണ് അത് വരുന്നതെങ്കിലും അല്ലെങ്കിലും ഒക്കെ കൂടി ജൂൺ മാസം എന്തായാലും വരുമെന്ന് ഉറപ്പിച്ചോളി. ആ ജൂൺ മാസത്തിലെ റിസൾട്ട് വരുമ്പോൾ അതൊരു വ്യാഴമോ വെള്ളിയോ ആണ് പൊതുവെ ആകാറുള്ളത്. ആ രണ്ടിൽ ഏത് ദിവസമാണെങ്കിലും, ഈവൻ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ഏത് ദിവസമാണെങ്കിലും പൊതുവെ അത് വ്യാഴോ വെള്ളിയോ ആണ് പൊതുവെ വരാറുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്കൂളായിരിക്കും ഉണ്ടാവുക. സ്കൂളിൽ നിങ്ങളിങ്ങനെ മാത്സ് ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ടീച്ചർ വന്ന് പറയും, മക്കളെ നിങ്ങളെ റിസൾട്ട് വന്ന് കിട്ടോ, വേണമെങ്കിൽ അവിടെ IT ലാബിൽ പോയി നോക്കിക്കോളി, അല്ലെങ്കിൽ ആ ഓഫീസിലൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ, രജിസ്റ്റർ നമ്പർ ഒന്ന് നോക്കിയാൽ മതി എന്ന് പറയും. ആരും ചെക്ക് ചെയ്യില്ല. എന്നിട്ട് എന്ത് ചെയ്യും? നൈസായിട്ട് വീട്ടിൽ പോയിട്ട് ഫാത്തിഹയൊക്കെ ചൊല്ലി ആയത്തുൽ കുർസിയൊക്കെ 10,000 ചൊല്ലിയിട്ടേക്ക് തുറന്നു നോക്കുക. അപ്പോൾ ഇങ്ങനെ കാണാം A+. അത് SSLC റിസൾട്ടാണ് മക്കളെ, ഇത് +1. നിങ്ങൾക്കറിയാലോ പല പരീക്ഷകളും നിങ്ങളെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെന്നൊക്കെ എനിക്ക് പേഴ്സണലി പലരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും +1 റിസൾട്ടും കേരളത്തിലെ പലരും ഉറ്റുനോക്കുന്ന റിസൾട്ട് അല്ലെങ്കിലും MS സൊല്യൂഷൻ നോക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ മുഖത്ത് ഒന്നുകിൽ ചിരി അല്ലെങ്കിൽ ദുഃഖം, രണ്ടിലേതെങ്കിലും ഒന്ന് വരണമെങ്കിൽ ഈ റിസൾട്ട് വന്നേ പറ്റുള്ളൂ. കാരണം ഇന്ന് ട്യൂഷനിലൊക്കെ പോകുന്ന കുട്ടികളുടെയൊക്കെ ഫേസിൽ ചിരിയുമില്ല, ദുഃഖവുമില്ല, അവരിങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ പഠിക്കണമെന്നുണ്ട്, പഠിക്കാൻ തോന്നുന്നില്ല. റിസൾട്ട് എന്താകും? ആ റിസൾട്ട് എന്ന് പറയുന്ന ഒരൊറ്റ ദിവസത്തെ ആശ്രയിച്ചാണ് +1 സ്റ്റുഡൻസ് ഇങ്ങനെ ഇരിക്കുകയാണ്. എടോ ചേമ്പളേ, ഞാനൊരു കാര്യം പറയാം, +2 കൂടി കയ്യിൽ നിന്ന് പോയാൽ എല്ലാം പോയതാട്ടോ. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ ഓരോ ദിവസങ്ങളെയും നിങ്ങൾ എണ്ണിയിട്ട് പഠിച്ചില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകുമെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ MS വരും ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് അറിയിച്ചു തരും. ഓരോ ദിവസവും വിലപ്പെട്ടതാണ്, കനപ്പെട്ടതാണ്. കേട്ടിട്ടില്ലേ? നാം അറിയുന്ന, നമ്മെ അറിയുന്ന എന്നൊക്കെ പറയുന്നത് പോലെ വിലപ്പെട്ട വോട്ടാണ്, കനപ്പെട്ട വോട്ടാണ്. ആ വോട്ട് നിങ്ങളുടെ +1 റിസൾട്ട് ഒതുങ്ങിപ്പോകരുത്. ഓക്കെ, സോ നന്നായിട്ട് പഠിക്കുക കേട്ടോ. അതുപോലെ +2 കുട്ടികൾ മെയ് 21 പ്രതീക്ഷിച്ചോളി, എക്സ്പെക്ട് ചെയ്തോളി. എന്താ പറയുക, ഒഫീഷ്യൽ ഡേറ്റ് ആയിട്ടൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. മെയ് 21 വേണ്ടി
നടപടികൾ സ്വീകരിച്ചു വരുന്നു എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ ഇറ്റ്സ് മീ എം സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.